നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് അസ്. അതെ, അടുത്ത പരീക്ഷണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് എപ്പോഴും പരീക്ഷണമാണ്. ഈ പ്രാവശ്യം ഒരു മധുരമുള്ള പരീക്ഷണമായി കളയാം. അതെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലഡ്ഡു ഉണ്ട് ലഡ്ഡു. അപ്പം ലഡുവിന് നമ്മുടെ കോമൺ ആയിട്ടുള്ള മഞ്ഞ കളറിലെ ലഡു ആണ് നമ്മൾ ഈ പ്രാവശ്യം. അതെന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്കൊക്കെ ഇഷ്ടം ഏറ്റവും കൂടുതൽ മഞ്ഞ കളറാണ്. നമ്മൾ ലഡു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് മഞ്ഞ കളർ ലഡു ആണ്. ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള ഹൽദിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഞാനൊരു കണ്ടന്റ് പറഞ്ഞു കൊടുത്തു, പക്ഷെ തെറ്റായ സ്ഥലത്താണ് ഇവിടെ യൂസ് ചെയ്തത്. ഹൽദി ലഡു എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇത് ഞങ്ങൾ സത്യം പറഞ്ഞ ഇന്നേ വരെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. യൂട്യൂബിൽ നോക്കി, എപ്പോഴത്തെയും പോലെ യൂട്യൂബിൽ നോക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങളാണ് ഞങ്ങളുടെ ഒരു ബലം അല്ലേ? നിങ്ങൾ ഞങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ആ ഇൻസ്പിറേഷനിൽ പിന്നെ പിന്നെയും എപ്പിസോഡിലോട്ട് വന്നിരിക്കുന്നത്. അതെ, പക്ഷെ ഇത്തവണ ഉണ്ടാക്കിയത് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ആക്കണം. ഇപ്രാവശ്യം ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. എന്നാൽ ഞാനല്ല. അപ്പൊ ഇതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാർ നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വേണമെന്നേ ഉള്ളൂ. അതൊക്കെയാ അത് പറയൂ. മെയിൻ ഷെഫ് ഇതാണ്, എന്റെ മെയിൻ ഷെഫ് മിസ് നാദ്ര മെഹ്റിൻ. അതെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഞാനൊരു കുശിനിക്കാരൻ, വിഷ്ണു ജോഷി. കുശിനിക്കാരനല്ല, കുറുമ്പുള്ളവനാണ്, ആഡിയോ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കടലമാവും പഞ്ചസാര എന്നുള്ളത്. പക്ഷെ അല്ലറ ചില്ലറ വസ്തുക്കളും കൂടി ഉണ്ടായാൽ നല്ലതാണെന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്നുള്ളത് കടലമാവ്. ഓക്കെ, രണ്ടാമത് നമ്മുടെ പഞ്ചസാര, വെളിച്ചെണ്ണ, ഉണക്കമുന്തിരി, കിസ്മിസ്, ഉപ്പ്, അണ്ടിപ്പരിപ്പ്, കൽക്കണ്ടം. പിന്നെ ഈ ലഡുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് നമ്മുടെ മിൽമയുടെ ഗീ. അത് അങ്ങനെ തന്നെ പറയണം. മിൽമയുടെ ഗീക്കാണ് ഏറ്റവും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ക്വാളിറ്റിയും ഒക്കെ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ. പിന്നെ ഉള്ളത് ഏലക്ക പൊടിച്ചത്, കാർഡമം അല്ലേ? കാർഡമം, ക്രഷ്ഡ് കാർഡമം, ഏലക്ക പൊടിച്ചത്. പിന്നെ വെള്ളം, വാട്ടർ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഈ കളർ ചേർക്കാം. ആർട്ടിഫിഷ്യലി ഒരു കളർ കിട്ടും. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ ശ്രമിക്കുന്നില്ല. അതേപോലെ ഗ്യാസിന്റെ പുറത്ത് ബൗൾ വെക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മുടെ കടലമാവ്. നമ്മൾ ഈ കോമ്പാക്റ്റിന്റെ പൗഡർ പോലെ ഉണ്ടല്ലേ, മുഖത്തിടുന്ന മണി അടിച്ചപ്പോ ഓടി വരാൻ നിങ്ങൾ സ്കൂൾ കുട്ടികളോ? മണി അടിച്ചത്? മണി അടിച്ചത് ആരാ? മണിയൻ എന്തുണ്ട് വിശേഷം? സുഖം. കുറച്ചു മുന്നിൽ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. വെറുതെ ചോദിക്കാൻ എന്തുണ്ട് വിശേഷം? സുഖം. ടൈമർ മാറ്റിക്കളുണ്ട്. ടൈമർ കറക്റ്റ് ആയതുകൊണ്ട് സ്റ്റാർട്ടാണോ? സ്റ്റാർട്ട് ചെയ്തോ? പിന്നെ കുക്ക് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഞങ്ങൾ പൗഡർ എടുത്തിട്ടേ ഉള്ളൂ. പൗഡർ മീൻസ് കടലമാവ്. പക്ഷെ വേറൊരു കാര്യം, ടൈമിംഗ് നോക്കൂട്ടോ ഞങ്ങള്. നോക്കണം, എല്ലാരും നോക്കണം. നമ്മൾ ഒഴികെ. ഇത് കുക്കിംഗ് തുടങ്ങുമ്പോഴാണ് ടൈമർ വെക്കണ്ട, അല്ലെങ്കിൽ ഇത് മിക്സ് ആക്കുമ്പോ വെക്കണോ? നിങ്ങൾക്ക് ഇത് ഇപ്പൊ തുടങ്ങിയാ? അയ്യോ, നിങ്ങൾ പൊക്കോളൂ. അതെ, നമ്മളുടെ ലഡു എന്ന് പറയുമ്പോ ചേട്ടന്റെ മനസ്സിൽ തന്നെ കളർ എന്താ? യെല്ലോ. ചേട്ടന്റെ മനസ്സിൽ എന്താ? ഞാനല്ലേ പറഞ്ഞു യെല്ലോ. കുഴപ്പമില്ല, കോമൺ ടോക്ക് അല്ലേ. അപ്പൊ ആ യെല്ലോ ലഡു നമ്മൾ പണ്ടത്തെ നൊസ്റ്റാൾജിക്കൽ ലഡു അല്ലേ, യെല്ലോയും ഓറഞ്ച് മാത്രം നമുക്ക് അന്ന് കിട്ടുക. അവരൊക്കെ വന്നു ഇന്റർനാഷണൽ, നമുക്കത് വേണ്ട. സാധാരണക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇൻഗ്രീഡിയന്റ് ആയിരിക്കണം കയ്യിൽ ഉണ്ടാവാൻ. എന്തൊക്കെയുള്ളത്? ഓവൻ ഇല്ലാത്ത ലഡു ഇത്. സാധാരണ ഓവനിലാണോ ലഡു ഉണ്ടാക്കുക? അത് ഇവർക്ക് വിവരമില്ലാത്തോണ്ട് ഉണ്ടാക്കാലോ ഓവനിലും വെച്ച്. വലിയ ധാരണയൊന്നും ഇല്ല. ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ? കടലമാവ്, പഞ്ചസാര പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ. പിന്നെ ബാക്കിയൊക്കെ വേണം, ആവശ്യത്തിനല്ല. കിസ്മിസ്, കടലമാവ്, അണ്ടിപ്പരിപ്പ്, ഉപ്പ്. ലീഡ് ചെയ്യുന്നത് ഞങ്ങള് രണ്ടുപേരും വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. ഇടിച്ചു നിൽക്കും. അതെ, അല്ല ശരി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഓവൻ ഇല്ലാത്ത ലഡു ഇപ്പൊ നാദര ഉണ്ടാക്കാൻ പോണേ, എങ്ങനെ ആവിയിലാണോ പുഴുങ്ങിയെടുക്കാൻ പോണേ? ഗ്യാസില് അരിച്ചെടുക്കും. അതാ അരിച്ച ഇത് ഭയങ്കര സ്പെഷ്യലാ. അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്ന സാധനമാണ്. വെറുതെ അറിയാത്ത പണിക്ക് പോകാൻ എക്സ് കണ്ടസ്റ്റന്റ് ആണ്, ഒരു കാര്യമില്ല അല്ലേ? എന്റെ കഴിഞ്ഞ ഇതില് തോറ്റുപോയില്ലേ? അത് കണ്ടിട്ടാണ് ചോദിച്ചത്. മസാല ഓംലെറ്റ്, എന്റെ മസാല ഓംലെറ്റ്, എന്റെ മസാല ഓംലെറ്റ്. പിന്നെ നിനക്കൊന്നും പറയാൻ അപ്പൊ ഞങ്ങളുടെ ലഡു
ലഡു അല്ല സാർ ലഡു. ലഡു. പിന്നെ വേറെ ഒരു ടൈം കഴിയുമ്പോൾ വലിയ അലാം കേൾക്കും, അപ്പൊ നിർത്തിക്കോണം. അത് ഞങ്ങൾ ടൈം ഇപ്പോഴല്ലേ വെച്ചിട്ടുള്ളൂ, അതെങ്ങനെ ശരിയാവും? ബനീഷേട്ടൻ നമ്മൾ ശരി ഓക്കെ സംസാരിച്ചു. നല്ല കണ്ട ലഡു. ബൈ ഗൈസ്, ഹായ് Bye ഹായ്. guys, bye guys. അവിടെ വെച്ച് കാണാം. അങ്കത്തട്ടിൽ അപ്പൊ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതെന്താ ബേക്കിംഗ് അത് അയ്യോ ഇവിടെ നെഞ്ചത്തിരിക്കുന്ന ചിക്കനൊക്കെയാണ്. എന്റെ പൊളിച്ചു കളഞ്ഞു. ഞാൻ ഒറ്റ അടി അടിക്കാതെ വെച്ചിട്ട് അവിടെ അല്ല ഇവിടെ നിക്കി വെച്ചു പൊളിച്ചു കളയല്ലേ. ഒന്നുമില്ലെന്നെ പൊള്ളേ അതൊക്കെ. ഇവളുടെ തല പോലെ. പിന്നെ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ ഇച്ചിരി ഒരു നുള്ളി ഇട്ടാൽ മതി. പിഞ്ച്. ഒരു പിഞ്ച്. ഇതൊരു പിഞ്ച് ഇല്ല, ഉണ്ടാവും. ഇത് കുറച്ച് പിഞ്ച് കൂടിപ്പോയി. ഇതൊരു പിഞ്ച്. ഒരു പിഞ്ച് അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ആ മതി മതി മതി, ബാക്കി പറന്നുപോയി. പിന്നെ ഇനി വേണ്ടത് ആരോഗ്യപരമായ ഒരു കാര്യമാണ് ഇത് കിണ്ടുക എന്നുള്ളത്. അത് ഇളക്കുക. നമുക്ക് ഏൽപ്പിക്കാം നന്നായിട്ട്. നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരെ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താഴെ കമന്റ് ചെയ്യുക. മാക്സിമം ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതെ, എന്നാലാണ് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരത്തുള്ളൂ. അതെ, ഇല്ലെങ്കിൽ ഞങ്ങൾ പിണങ്ങും. ഇല്ലെങ്കിൽ ഞാൻ പോക്കോറ് കൊടുത്ത് പോകും. നീയും എൻ്റെ കൂടെ വരില്ലേ? എവിടേക്ക്? നീ ഇല്ല, നീ എവിടെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വിടുമോ നിന്നെ? ഞാൻ ഉണ്ട്. ഈ വിടും. ഈ അങ്ങനെയാണ് എന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അവൻ, അവിടെ ഒറ്റയ്ക്ക് പോയി അവൻ. അതെ, പണ്ട് ഓർമ്മയുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. നമ്മൾ കിടന്നിട്ടുണ്ടോ? നമ്മൾ കിടന്നിട്ടുണ്ടല്ലോ. നമ്മൾ കിടന്നിട്ടുണ്ടോ? ആ. ഏറ്റവും കൂടുതൽ കിടന്നത് നമ്മളാണെന്നുള്ളതാ. അതിനുള്ള അവാർഡ് കിട്ടി. ജയിലിലെട്ടോ. ജയിലിൽ ടാസ്കിന് ടാസ്കാ പറഞ്ഞത്. ആ, ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം നന്നായിട്ട്. ചേർത്ത് കുറച്ച് ഒഴിച്ചോ. ആ മതി മതി, നിക്ക്. ഓ, മറ്റേ അളവ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൽ നോക്കാമായിരുന്നു. 160 ml വല്ലതും ആയോ എന്നുള്ളതൊക്കെ. ഇല്ല, നമുക്കത് നോക്കിയാലും കുറച്ച് ഇതായിട്ട് വേണം. മതി മതി. ആ, ഓ, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. നിർത്തിയിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കടലമാവും ഉപ്പും ബേക്കിംഗ് സോഡയും മാറ്റി വെച്ചേക്കണം. ഒരു 5 to 10 മിനിറ്റ് വെക്കണം എന്നാണ്. നമുക്ക് അത്ര സമയമില്ല. കൺസിസ്റ്റൻസിലോട്ട് ആക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ തൊട്ട് നക്കാൻ തോന്നും, പക്ഷെ തൊടരുത്. ഞങ്ങൾക്ക് കമന്റ്സ് വന്നായിരുന്നു. അതെ, തൊട്ട് നക്കിയത് ശരിയായില്ല എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ള സെക്കൻഡ് പ്രോസസ് എന്നുള്ളത് ഒരു പാൻ എടുക്കുക. ഇത് ഏതിന്റെ പാനാ ഇത്? മിനോൾട്ടയുടെ പാൻ. അപ്പൊ നമ്മുടെ ലഡു ഗംഭീരമാവും. ഒട്ടും ആർട്ടിഫിഷ്യൽ. Very natural അല്ലേ? അതെ, നേരത്തെ നിങ്ങൾ ഒരു കമന്റ് ഒക്കെ ഇട്ടുന്നത് ഗ്യാസ് തിരിക്കാൻ പോലും അറിയില്ല. സത്യമാണ്, ഗ്യാസ് തിരിക്കാൻ അറിയാം ആക്ച്വലി. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് അമുക്കി പിടിക്കണം. ഇത് കുറച്ചു നേരം നമ്മളെ നോർമൽ ഗ്യാസ് പോലെയല്ല, ഇത് തിരിച്ചിട്ട് കുറച്ചു നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമേ പറ്റുള്ളൂ. കത്തും. കണ്ടാ? എന്നിട്ട് പാൻ വെക്കുക. പാൻ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എണ്ണ ഒഴിക്കുക. സെലിബ്രിറ്റി കിച്ചൺ. ഞാൻ ഇന്ന് കുക്കിംഗ് ഷോയ്ക്കുള്ള ഞാൻ നഖമൊക്കെ താണ്ടേ. ഞാൻ ഓൾറെഡി ക്ലെൻലിനെസിന്റെ ആളാ. അതെ, പക്ഷെ കറുത്തു പോയല്ലേ വിഷ്ണു? ഇതേ കളറിനെ അല്ല, മറ്റേ ടാൻ അടിച്ചിട്ട്, ടോൺ അടിച്ചില്ല, ടാൻ അടിച്ചിട്ട്. അതെ അതെ, ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് ഷൂട്ട്. എന്റെ മോണിക്ക ചൂടാ. ഇനിയിപ്പോ ലോ ഫ്ലെയിമിലിട്ടുണ്ടേ. ലോ ഫ്ലെയിമിലാണത്. ആണോ? എന്നിട്ട് നമുക്ക് ഒരു ആവശ്യത്തിന്, ഇല്ലെങ്കിൽ അനാവശ്യത്തിന് ഇടാം. ഇവിടെ ഒഴിക്കുമ്പോൾ തന്നെ അനാവശ്യം ആയിക്കോളും. ഒഴിക്കൂ, നമുക്ക് ലഡു ഒക്കെ ഒഴിക്കാനുള്ളതാ. അതെ അതെ, നമുക്കൊരു 1.5 കപ്പ്. ഇനിയും ഒഴിക്കാം. 1.5 കപ്പ് മുങ്ങണല്ലോ. ഇത് മുങ്ങണ്ടേ? അതെ, മുങ്ങി ചാവണം. അത് ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇത് ചൂടായോ നോക്കണ്ടേ? ഇതിട്ട് ആയില്ല നോക്കണം നമ്മള്. ഒന്നുമില്ല, അത് അലങ്ങിയിട്ടില്ല അതിനകത്തിരുന്ന്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലഡു ഉണ്ടാക്കാൻ പറ്റുന്ന കാഷ്യൂനട്ട് ബാക്കി വരും. അപ്പൊ നമുക്കത് ഗൈസ്, നമ്മൾ തുടങ്ങിയ സമയത്ത് ഇതൊരു ഫുൾ ഉണ്ടായിരുന്നു. ഈ ഇവൻ കഴിച്ച് പാതിയായി. ഫ്രണ്ടിൽ നിന്ന് കഴിക്കില്ലേ, ചിലപ്പോ അതിനും കമന്റ് വരും. സ്വാഭാവികമല്ലേ ഇതൊക്കെ? ഹായ്, നമ്മൾ വീട്ടില് കുക്ക് ക്രിസ് ആൻഡ് ചെയ്യുന്ന ദിവ്യ അപ്പുറത്തെ സൈഡ് പ്രാർത്ഥിക്കുന്നുണ്ട് കൊളാവാൻ വേണ്ടിയിട്ട്. 1 2 3 സ്റ്റാർ. ഒഴിക്കങ്ങോട്ട് നല്ല പോലെ അന്ന് ഇളക്കിട്ട് ഒഴിക്കി. ഗൈസ്, ഇങ്ങനെയൊന്നും അല്ല അവര് കാണിച്ചത്, പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. എടാ, നീ എടുത്തോടാ, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? നീ കാണി. ആ, ഈ മെനക്കായിട്ടുണ്ട്. ഞാൻ മാറ്റിത്തരാം. ഫുൾ അതൊന്ന് ഇളക്കിയ നീ. സോറി ഗൈസ്, ഞാൻ ഇളക്കാൻ വിട്ടുപോയി ആദ്യം.
സത്യം പറഞ്ഞാൽ യൂട്യൂബർ ഇങ്ങനെ എല്ലാം കാണിച്ചു. യൂട്യൂബറൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ ഉരുണ്ടങ്ങ് താഴെ പോയി. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അപ്പൊ നമ്മള് നേരത്തെ ഉണ്ടാക്കിയത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബോന്തി ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊരു പച്ചത്തിരി നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാൻ വെക്കുക. പാൻ നല്ല ചൂടാണ്, കുഴപ്പമില്ല. 2 കപ്പ് പഞ്ചസാര ഇടുക. എത്ര കപ്പ് ഉണ്ട്? അതൊരു കപ്പ്. 2 കപ്പ്. പോട്ടെ. 2 കപ്പ് പഞ്ചസാര എടുക്കുക. 1 കപ്പ് മാറ്റിയാലേ കാരണം നമ്മൾ ഇച്ചിരി ബോന്തി കുറവല്ലേ. ഓക്കെ ശരി, 1 കപ്പ് മാറ്റാം. ലഡു ഇത്തിരി പഞ്ചസാര കുറഞ്ഞാലും അല്ലല്ലോ ഷുഗർ പ്രശ്നം. അയ്യോ നമ്മളെ ഷെഫിന് അല്ലെങ്കിൽ ആരോഗ്യ ഇവനെ 2 കിട്ടൂല്ലെങ്കിൽ. പക്ഷെ ലഡു കറക്റ്റ് ആയാൽ മതി. എന്നിട്ട് അതിൽ 1 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം കപ്പ് എടുക്ക്. കിണ്ടാനൊരു പാത്രം എടുത്തേ. ഉറപ്പല്ലേ? അതെ. ഏതെങ്കിലും സ്പൂൺ എടുത്തോ? എന്നിട്ട് ഫൈബറിന്റെ സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് വേണം. 1 കപ്പ് വേണ്ടായിരുന്നു, പഞ്ചസാര കുറവിലിട്ട്. ഞങ്ങൾ ബോന്തി ഇടുവാണേ. നമ്മള് വിഷ്ണുവിനെ മാറ്റി നിർത്തിയില്ല. വിഷ്ണു ഉണ്ടാക്കിയ നീണ്ടതും ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചു നേരം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏലക്ക പൊടിച്ചത് എടുക്കുക. എന്നിട്ട് മറ്റേ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു പൊടിക്കുക. കൽക്കണ്ടൊക്കെ പിന്നീട് അല്ലേ? കൽക്കണ്ട സെപ്പറേറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. കുരുമുളകാണ് ഇത്? അല്ല, ഏലക്ക. ഓക്കെ, നമ്മളുടെ ഇതിപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട്, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമ്മൾ ഇപ്പോൾ ഒരു കളർ ഉണ്ട്, വേണമെങ്കിൽ ഒരു പൊടിക്കും കൂടി ഒരു യെല്ലോ കയറി നിൽക്കാൻ വേണ്ടി നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളർ ചേർത്ത് കൊടുക്കാം. ആഡ് ഓൺ ചെയ്യാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കാം. അടുത്തത് നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇടാനുണ്ട്. അപ്പം നമുക്ക് ഗീ ഒഴിച്ചിട്ട് വറുത്തോ. ഇതിന്നേ നമ്മൾ ആദ്യം കുറച്ച് ഡ്രൈ ആവാനുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് നട്ട്സ് ഇടാം. നട്ട്സ് തെറിക്കുന്നു. അണ്ടിപ്പരിപ്പും നേരത്തെ ഇട്ടത് കശുവണ്ടി. കിസ്മിസ് അതിന് കശുവണ്ടി. അണ്ടിപ്പരിപ്പ് തന്നെയാണ് കശുവണ്ടി. മതിയാടാ, കുറച്ചും കൂടി ഇട്ടോ, അത്ര ഉള്ളതല്ലേ. നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്യും അതിന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൈ പൊള്ളിയിട്ട് പാടില്ല. എന്നിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു വിധത്തിൽ ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 15 ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, 15 ഉണ്ടാക്കിയില്ല. 5 ഉണ്ടാക്കിയാലേ വേണം നമുക്കറിയാം. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അതെ, താങ്ക് യു. ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക. കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇട്ട് ഫൈറ്റ് ചെയ്യണം അവരുമായിട്ട്. ഞങ്ങള് കോമ്പറ്റീഷനിൽ തോറ്റാലും കമന്റ് ബോക്സിൽ ജയിക്കണം അല്ലേ? അതെ, അപ്പൊ നിങ്ങൾ കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യാം.